ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് സ്നേഹ. ഇന്ന് എൻ്റെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആള് വേറെ കളിക്ക് പോയതറിഞ്ഞ് ഞാൻ ആളുടെ മുമ്പിൽ വെച്ച് വേലക്കാരൻ്റെ കൂടെ കളിച്ചു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് ജീവിച്ചിരുന്നത്, ഞാനും ഹസ്ബൻഡും മോനും. അന്ന് ഞങ്ങളുടെ 10ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവും ഫ്രണ്ട്സും എല്ലാവരും വന്നു. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഓടി വന്ന് എന്നെ എടുത്തിട്ട് വന്നു. അതെൻ്റെ ഹസ്ബൻഡ് കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കുകയായിരുന്നു. കേക്ക് മുറിച്ചപ്പോൾ ഞാനൊരു കഷ്ണം കേക്ക് അവന് കൊടുത്തത് അതും ഹസ്ബൻഡ് കണ്ടു. എല്ലാം അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും ഞങ്ങളെ പുകഴ്ത്താൻ തുടങ്ങി കേട്ടോ. 10 കൊല്ലമായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നമ്മൾ കൂട്ടുകാർക്കിടയിൽ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഹസ്ബൻഡിന് എന്തോ ഡാൻസ് കളിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഫ്രണ്ടിൻ്റെ കൂടെ ഡാൻസ് കളിക്കുമായിരുന്നു. എല്ലാം ഹസ്ബൻഡ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആളിത്ര ശ്രദ്ധിക്കേണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് ആൾക്ക് ദേഷ്യം വന്നു കേട്ടോ. ആള് ഒച്ചയെടുത്തിട്ട് പാർട്ടി മതിയായി, എല്ലാവരും ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാനാകെ ഷോക്കായി, എന്താ പറ്റിയെന്നറിയില്ല. പിന്നെ ആരും അവിടെ നിന്നില്ല, എല്ലാവരും പോയി. എനിക്ക് നല്ല ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. എന്താ കാരണമെന്ന് ചോദിക്കാൻ ഞാൻ നേരെ ആളിൻ്റെ അടുത്തേക്ക് ചെന്നു. രജിത്ത്, ഇന്ന് നല്ലൊരു ദിവസമല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറിയത്? എനിക്ക് നല്ല സങ്കടമായി. നിന്റെ കൂടെ ആരും ഡാൻസ് കളിക്കുന്നതോ നീ ആരോടെങ്കിലും കൂടുതലായി സംസാരിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമില്ല. ആളുടെ ആ മറുപടി കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് സന്തോഷമായി. കാരണം ആൾക്ക് എന്നെ അത്ര ഇഷ്ടമാണല്ലോ. രജിത്തിന് ജോലിയുടെ ഒരു കാര്യമായിട്ട് 15 ദിവസത്തേക്ക് പുറത്തേക്ക് പോകണമായിരുന്നു. എനിക്ക് നല്ല സങ്കടമായിരുന്നു. എന്നാലും പോകാതിരിക്കാൻ പറ്റില്ല. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ശ്രദ്ധിച്ചു പോകണം, എന്നെ മറക്കരുത്, എന്നും വിളിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞ് ആളിനെ ഞാൻ വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരി വന്നിട്ടോ. എനിക്ക് നല്ല സർപ്രൈസായി. അന്ന് അവള് കല്യാണത്തിൻ്റെ വാർഷികത്തിന് വന്നായിരുന്നു. അവൾ പറഞ്ഞു, രജിത്തിന് ദേഷ്യമൊക്കെ മാറിയോ? നിങ്ങളുടെ കല്യാണ വാർഷികം കുളമായില്ലേ? അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം 10 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡിന് എന്നോട് ഇത്ര സ്നേഹം, എന്നെ ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അവളും പറഞ്ഞു, നീ ഭാഗ്യവതിയാണ്. ഞങ്ങൾ സംസാരിക്കുന്നിടെ പെട്ടെന്ന് രജിത്തിൻ്റെ കോള് വന്നു. അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, അവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ ദിവസങ്ങളും എണ്ണി നീക്കി. എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല, അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അവസാനം 15ാമത്തെ ദിവസമായി. ഞാൻ വിളിച്ചിട്ട് ആളിനെ കിട്ടിയില്ല. അന്ന് രാത്രി ആള് സർപ്രൈസായിട്ട് വന്നു. പിറ്റേ ദിവസം ആളിന് ഓഫീസിൽ പോകണം. ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി. നേരത്തെ വരണം, വന്നിട്ട് ഒരു കാര്യമുണ്ട്, 15 ദിവസമായില്ലേ. ഞാൻ കണ്ണാടി നോക്കി മുടിയൊക്കെ ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു സൗണ്ട് കേട്ടത്. ആളുടെ ഫോണിൽ എന്തോ മെസ്സേജ് വന്നതാണ്. ആള് ഫോൺ എടുക്കാതെയാണ് പോയത്. ഒരു പെണ്ണിൻ്റെ മെസ്സേജ് ആയിരുന്നു. നീ എൻ്റെ കൂടെ 15 ദിവസം ഉണ്ടായിരുന്നിട്ടും എനിക്ക് മതിയായില്ല. ഞാനാകെ ഷോക്കായി. പെട്ടെന്ന് ഹസ്ബൻഡ് ഫോൺ എടുക്കാത്ത കാര്യം അറിഞ്ഞ് വന്നു കേട്ടോ. ഞാൻ ആ മെസ്സേജ് അപ്പോഴും അവിടെ വെച്ച് പ്ലേ ചെയ്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആളിന് ഒന്നും പറയാനില്ലായിരുന്നു. എന്ത് പറയാൻ പറ്റും? ആളുടെ കള്ളത്തരമെല്ലാം ഞാൻ പിടിച്ചില്ലേ. ഞാൻ നല്ല ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വേലക്കാരൻ വന്നു. അവൾ എന്നോട് ചോദിച്ചു, മാഡം വേസ്റ്റ് ഇല്ലേന്ന്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എൻ്റെ ഹസ്ബൻഡിന് എന്താണ് ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന കാര്യം, ഞാൻ അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളും അറിയണം. അങ്ങനെ പറഞ്ഞ് ഞാൻ നേരെ വേലക്കാരനെ വിളിച്ചു അകത്തേക്ക് പോയി. രജിത്തിനോട് എനിക്ക് അത്ര നല്ല ദേഷ്യമുണ്ടായിരുന്നു. രജിത്ത് എന്നോട് എന്താണോ ചെയ്തത് അത് ഞാൻ വേലക്കാരനെ കൊണ്ട് ചെയ്യിച്ചു. ഗൈസ്, കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.